നമ്മുടെ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ ആൾക്കാരെയും കണ്ടോ? ഏതെങ്കിലും വീടുകൾ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ? ഈ ടെൻഷൻ ഇടയ്ക്ക് ഞാൻ കുറെയൊക്കെ മറന്നു തോന്നുന്നു. അല്ല സ്ഥാനാർത്ഥി, നമ്മുടെ ക്ലബിന്റെ കിഴക്ക് വശത്ത് താമസിച്ചിരുന്ന ഒരു ഭാസ്കരൻ ചേട്ടനും കുടുംബം അവരോട് പറഞ്ഞായിരുന്നു. ഞാൻ ഈ ടെൻഷൻ ഇടയ്ക്ക് അത് വിട്ടുവെന്ന് തോന്നുന്നു. 3-4 വോട്ടുള്ളതാ. പറഞ്ഞു കാണാൻ വഴിയില്ല. കാരണമേ അവരിപ്പോ ഇവിടെ ഇല്ല. അവരങ്ങ് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് മാറിയ താമസം. നമ്മുടെ ഇമ്മാനുവൽ പള്ളി, ആ പള്ളിയുടെ കിഴക്ക് വശത്തൂടെ പുറകോട്ടൊരു വഴിയുണ്ട്. അതിലെ അങ്ങോട്ട് കയറി ചെല്ലുന്നിടത്ത് അവരുടെ വീട്. അത്രയും ദൂരമൊന്നും ചെന്ന് പറഞ്ഞു കാണാൻ വഴിയില്ല. ശരിയാണ്, ഞാനും മറന്നു തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ പോയേക്കാം, അതായിരിക്കും നല്ലത്. സമയം ഒരുപാട് വൈകി, മഴയും വരുന്നു. നാളെ പോയാ സമയം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് സമയം കുറവാണ് ഇനി മുന്നോട്ടുള്ളത്. ഒരു കാര്യം ചെയ്യാം, മഴ വരുന്നുണ്ടല്ലോ, എന്തായാലും പോയേക്കാം, അതാണ് നല്ലത്. നമ്മളെ റെഡി അല്ലേ? ഇപ്പൊ തന്നെ വിട്ടോ? ശരി, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ വന്നിട്ടുള്ളതല്ലേ, ഇന്നാലും വന്നില്ല. ചേട്ടാ, ഭാസ്കരൻ ചേട്ടാ, അതല്ലേ ആരാ മനസ്സിലായില്ലല്ലോ. എന്താ ഈ സമയത്ത്? ചേട്ടാ നമസ്കാരം. ഞങ്ങളെ ചേട്ടനെയും കുടുംബത്തിനെയും കണ്ട് വോട്ട് ചോദിക്കാനായിട്ട് വന്നാണ്. സ്ഥാനാർത്ഥി സുരേഷണ്ണന്റെ ആൾക്കാരാണ് ഞങ്ങൾ. ഈ പ്രാവശ്യം ചേട്ടന്റെയും കുടുംബത്തിന്റെയും വോട്ട് സുരേഷ് ചേട്ടന് തന്നെ കൊടുക്കണം. നമ്മുടെ വാർഡില ചേട്ടനും കുടുംബത്തിന് വോട്ട്. ചേട്ടൻ അങ്ങ് അവിടുന്ന് ഇങ്ങ് താമസം മാറി ഇങ്ങ് വന്നെങ്കിലും വോട്ട് എപ്പോഴും അവിടെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഏത് സമയത്തും എന്താവശ്യത്തിന് വിളിച്ചാലും ഞങ്ങള് റെഡിയാണ്. അതിനെന്താ, സന്തോഷം. ഞങ്ങൾ വന്ന് വോട്ട് ചെയ്തോളാം. ചേട്ടാ, വീട്ടിലെ മറ്റുള്ളവരൊക്കെ എന്ത്? അവരെ കൂടി ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് നിർത്താമെങ്കിലേ എല്ലാവരോടും കൂടി ഒന്ന് ചോദിച്ച് നമുക്ക് ആ വോട്ടൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടങ്ങ് പോകായിരുന്നു. എല്ലാരും പുറത്തോട്ടൊന്ന് വന്നേ, ഇവർക്കൊന്ന് കാണണമെന്ന്. നമസ്കാരം നമസ്കാരം. എന്റെ എല്ലാം ഭാസ്കരൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് കുമാർ എന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര്. കസേരയാണ് നമ്മുടെ ചിഹ്നം. എല്ലാവരും, ഈ കുടുംബത്തിലും എല്ലാവരും സുരേഷ് ചേട്ടന് വോട്ട് ചെയ്യണം. ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ, ബാ ഒരു ചായ കുടിച്ചിട്ട് ബാ, കയറിയിരിക്കും ബാ. വേണ്ട കേട്ടാ, സമയം എത്ര ആയല്ലേ? പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, മറ്റൊരു ദിവസം വരാം. രണ്ടാളും കൂടി ഈ രാത്രിയിൽ എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങളുടെ വാർഡിൽ തന്നെ ഭാസ്കരൻ ചേട്ടൻ എവിടെ ഉള്ളോട്ട് കയറി താമസിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പൊ പുള്ളിയെടുത്ത് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ പുള്ളിയെ കണ്ട് വോട്ട് ചോദിച്ചിട്ട് വരുന്ന വഴിയാണ്. എന്നിട്ട് നിങ്ങൾ ആ വീട്ടിൽ കയറി വോട്ട് ചോദിച്ചോ? അതെ ചേട്ടാ, ഭാസ്കരൻ ചേട്ടനെയും കുടുംബത്തിനെയും കണ്ടിട്ട് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ ഇങ്ങോട്ട്. ഈ അകത്തോട്ട് കയറിയുള്ള വീട്ടിൽ തന്നെ അല്ലേ നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോയത്? അതെ ചേട്ടാ. എങ്കിൽ നിങ്ങൾ ഇതുകൂടെ കേട്ടോളൂ. ഈ വീട്ടിലുള്ള ഭാസ്കരൻ ചേട്ടനും കുടുംബവും മരിച്ചിട്ട് 1 വർഷത്തിലേറെയാകുന്നു. ഈ വാർഡിലെ വോട്ടർമാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഇവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്ന് കൂടി തിരക്കണം. ഞങ്ങളിപ്പോ കണ്ട് സംസാരിച്ച ആളില്ലാത്ത വീട്ടിൽ വെട്ടം പൊടിച്ചു കാണുമോ? നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ വീട്ടിൽ എവിടെയാണ് വെളിച്ചം?